ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. മുഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ, നിൻ ദുഃഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ തിരുവചനത്തിൻ്റെ മുമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില പ്രാവശ്യങ്ങൾ ആയിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗം നിർവ്യാജ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. നിർവ്യാജ വിശ്വാസം, ആർഡൻറ്റ് ഫെയ്ത്ത്. പൗലോസ്ലീഹ തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യമാണ് നമ്മുടെ ആധാരമായ വാക്യം.
ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. സ്നേഹം ഉളവാകുന്നത് നിർവ്യാജ വിശ്വാസത്തിൽ കൂടിയാണ്, ഒരു ശുദ്ധ ഹൃദയത്തിലാണ്, അത് നല്ല മനസാക്ഷിയിലാണ്. നല്ല മനസാക്ഷിയിൽ, നല്ല ഒരുക്കമുള്ള മനസ്സോടെ, ഒരുക്കിയ മനസ്സിനകത്തേക്ക് ദൈവവചനം സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മിൽ വിശ്വാസം ഉളവാക്കും. വിശ്വാസം അത് കേവലം ഒരു വിശ്വാസമെന്ന് നാം ഒരു സാധാരണ ആശയം വെച്ച് പറഞ്ഞാൽ പോരാ. അപ്പോസ്തലൻ പറയുന്നു, ഒരു നിർവ്യാജ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. നാം എല്ലാവരും പറയും എനിക്ക് വിശ്വാസമുണ്ട്. ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും പറയും യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരി, നല്ലത്. പക്ഷേ ആ വിശ്വാസം പലപ്പോഴും കേടുള്ള വിശ്വാസമാണ്. ചിലപ്പോഴൊക്കെ അതിൽ വ്യാജങ്ങളുണ്ട്. ചിലപ്പോൾ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. നിർവ്യാജ വിശ്വാസം അല്ല പലപ്പോഴും. അതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറഞ്ഞു, ചിലരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ചിലരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അവരും വിശ്വസിച്ചവരാണ്, ക്രിസ്തുയേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരാണ്. പക്ഷേ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. നമുക്ക് വായിക്കാം. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. മകനെ തീമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹുമനയോസും അലക്സന്തരും 2 ദേവദാസന്മാരെക്കുറിച്ചാണ് പറയുന്നത്. അവർ വിശ്വസിച്ചവരാണ്. പക്ഷേ അപ്പോസ്തലൻ പറയുന്നു, ഇപ്പോൾ എഫേസോസിലെ ബിഷപ്പായ തീമോഥെയോസിനോട് പറയുകയാണ്, മോനെ, അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അവർ വിശ്വസിച്ചവരാണെങ്കിൽ ഇപ്പോൾ ആ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. കപ്പൽ തകർന്നു പോയാലുള്ള അവസ്ഥ എന്താണ്? എല്ലാം നാശം. ആ പെരുവെള്ളത്തിലേക്ക് താണുപോയി. ഈ ലോകമാകുന്ന പെരുവെള്ളത്തിലേക്ക് താണുപോകും. പാപമാകുന്ന പെരുവെള്ളത്തിലേക്ക് താണുപോകും. വിശ്വാസം നിർവ്യാജമല്ലെങ്കിൽ. പ്രിയപ്പെട്ടവരെ, അല്പം ആഴത്തിലുള്ള കാര്യമാണ്. പക്ഷേ നാം അത് മനസ്സിലാക്കണം. നമ്മളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാനും എൻ്റെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ ആ തിരുമുഖം കണ്ടുകൊണ്ട്, കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തലൻ പറയുന്നുണ്ട്, തീമോഥെയോസിന് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്, മോനെ തീമോഥെയോസേ, നിനക്കൊരു നിർവ്യാജ വിശ്വാസമുണ്ട്. അത് 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. 2 തീമോഥെയോസ് 1:4. ഞാൻ പൂർവന്മാർ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയുടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ, എനിക്കത് ഓർമ്മയുണ്ട്. നീ ഒരു നിർവ്യാജമായ വിശ്വാസത്തിൻ്റെ ഉടമയാണ്. ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ ആ വിശ്വാസത്തിൻ്റെ ഒരു ഉടമയാണ് നീ. ആ വിശ്വാസം നിനക്ക് തലമുറകളായി ലഭിച്ചതാണെന്നും എനിക്കറിയാം. അടുത്ത വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. പരമ്പരാഗതമായിട്ട് തലമുറകളായിട്ട് പകർന്നു വന്നതായ ആ നിർവ്യാജ വിശ്വാസം അന്ന് എഫെസൂസിൽ വെച്ച് അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്തപ്പോൾ ആ ശുശ്രൂഷയുടെ ഫലമായിട്ട് ഉണർന്നു വന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം, തീമോഥെയോസിൻ്റെ കുടുംബം.
ആ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഉടമയാണ് നിനക്കും ഉള്ളത് എന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മകനെ തീമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. എന്താണ് ആജ്ഞ? നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. എന്താണ് യുദ്ധസേവ? ദൈവവേല. വേറെ ഒന്നുമല്ല. ലോകപ്രകാരം യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല, ആരോട് എതിർക്കാനും ഒന്നുമല്ല. മോനെ, നീ പോരാടണം, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഈ തിരുവചനം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നവർ തെറ്റിപ്പോയാൽ അവർ വീണിരിക്കുന്നു. കപ്പൽ ഉടഞ്ഞു പോകുന്ന പോലെ വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ പോരാടണം, യുദ്ധസേവ ചെയ്യണം. നീ വചനമനുസരിച്ച് നീ യുദ്ധസേവ ചെയ്യണം. എനിക്ക് പറയാൻ വേറെ സമചിത്തനായി വേറെ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവത്തിൻ്റെ അപ്പോസ്തലൻ ഉള്ളിൽ കത്തുകയാണ്. ആത്മാവിലൊരാൾ വീണു പോകുമ്പോൾ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പാപത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവദാസൻ്റെ ഉള്ളം നോവുന്നു. ആത്മാവുള്ള ദൈവദാസന്മാരുടെ സ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിസ്സാരരായ അടിയങ്ങൾക്ക് ഈ ഒരു ആത്മാവിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആ പ്രകാശ ധോരണി പകർന്നു തന്നതായ ഞങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിനെ ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. നീ നല്ല മനസാക്ഷിയോടെ വചനമനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. എന്തുകൊണ്ടാ? അടുത്ത വാക്യം, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സന്ദ്രി കൂട്ടത്തിലുള്ളവരാകുന്നു. ഹ്യുമനിയോസും അലക്സണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഈ വിശ്വാസ കപ്പൽ തകർന്നുപോയവരുടെ കൂട്ടത്തിലുള്ളവരാണ് ഈ അലക്സണ്ടറും ഹ്യുമനിയോസും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു, ഈ വിശ്വാസ കപ്പൽ തകർന്നു പോകാനുള്ള ഒരു കാരണം അവർ പാപം വിട്ടില്ല. പാപത്തിൻ്റെ വേര് ഉള്ളിൽ കിടന്നു. സമർപ്പണം എടുത്തു, ശരിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു, ശരിയാണ്. പക്ഷേ പാപത്തോട് പോരാടിയില്ല. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അതുണ്ടായില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടു. ഒന്നാമത്തെ കാരണം അതാണ്. പാപത്തോട് പോരാടിയില്ല, പാപം അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയത്. രണ്ടാമത്തെ കാരണം, വേണ്ട രീതിയിൽ വചനം വിശ്വസിച്ചില്ല, അതുമൂലം അവർ പാപം വിട്ടില്ല. എന്താണ്? നമുക്ക് വായിക്കാം. 2 തീമോത്തിയോസ് 2:14 മുതലുള്ള വാക്യങ്ങൾ. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? എന്താണ് ചെയ്തത്? അവർ വാഗ്വാദം ചെയ്തു. എന്താണ് വാഗ്വാദം ചെയ്തത്? ഈ ഹുമനയോസും അലക്സണ്ടറും ചില പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചു. യഹൂദ പാരമ്പര്യത്തെ അവർ മുറുകെ പിടിച്ചു. ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചു. ന്യായപ്രമാണ കൽപ്പനകളെ മുറുകെ പിടിച്ചു. ന്യായപ്രമാണ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ദൈവരാജ്യത്തിലെത്തൂ എന്നുള്ള ഒരു മിഥ്യാധാരണ അവരുടെ ഉള്ളിൽ രൂഢമൂലമായി കിടന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ആ കർമ്മമാർഗമൊന്നുമല്ല നമ്മെ രക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർ ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ വിശ്വസിച്ച യേശുക്രിസ്തുവിന് മൂലമുള്ള രക്ഷയെയും തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പും നിത്യജീവൻ്റെ അവകാശവും അതിന് മുഴുവനും കാരണം ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ മാത്രമാണ് അത് നിദാനമെന്ന് അവരങ്ങ് വിശ്വസിച്ചില്ല. കൂടെ കുറച്ച് പാരമ്പര്യങ്ങളും വേണം, കുറച്ച് ആചാരങ്ങൾ വേണം, കുറച്ച് അനുഷ്ഠാനങ്ങൾ വേണം. അല്ലേ പ്രിയപ്പെട്ടവർ? നമുക്ക് പലർക്കും പറ്റുന്നൊരബദ്ധമാണത്. കർത്താവ് പുതിയ നിയമമാണ് സ്ഥാപിച്ചത്. ഇതെൻ്റെ വിശുദ്ധ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ എൻ്റെ കഷ്ടാനുഭവങ്ങളെ, എൻ്റെ കുരിശുമരണത്തെയുമാണ് നിങ്ങൾ ഏറ്റുപറയുന്നത്. ഇതാണ് കർത്താവിൻ്റെ ആ അവസാനത്തെ അത്താഴത്തിൽ പെസഹായിൽ ശിഷ്യന്മാരോട് കൊടുത്ത കൽപ്പന.
ആ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്, ആ കൽപ്പനയുടെ അതേ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അതെല്ലാം ഇപ്പോഴും അനുഷ്ഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ വിശുദ്ധ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. അത് കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവ് പറഞ്ഞു ഇതെൻ്റെ ആ പാനപാത്രം ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിൽ വ്യാപരിച്ച് കർത്താവിന് തിരുശരീര രക്തങ്ങളായി മാറുന്നു. അതാണ് കുർബാനയുടെ അന്തസത്ത എന്ന് പറയുന്നത്. പക്ഷേ ആ ചടങ്ങ് നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ആ ഒരു ചടങ്ങിൽ മാത്രം ആശ്രയിച്ചു പോകുന്നു. അതിൻ്റെ പിന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ആ ജീവൻ വിട്ടുകളയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ക്രൂശ് മരണത്തെയാണ് അത് മൂലം സാക്ഷിക്കുന്നത്. ആ പെസഹ ഭക്ഷിക്കുമ്പോൾ, ആ കുർബാന അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണത്തെയാണ് നാം ഏറ്റുപറയുന്നത്. അതാണ് വിശുദ്ധ കുർബാനയിൽ ഏതാണ്ട് മധ്യഭാഗത്ത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ആഘോഷിച്ച് കഴിയുമ്പോൾ നാം ഏറ്റുപറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. മരണത്തെ ഓർക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നീ ഉയർത്തെഴുന്നേറ്റു, സത്യമായി നീ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതിനുള്ള ആത്മീയമായ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ചടങ്ങിൽ മാത്രം ആശ്രയിച്ച് പോകരുത്. അതാണ് നാം ഈ ഭാഗത്ത് നിന്ന് നാം പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 2:15 വാക്യം നമുക്ക് വായിക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. വെറുതെ തർക്കങ്ങളെ, ഭക്തിവിരുദ്ധമായ തർക്കങ്ങളെ, പാരമ്പര്യങ്ങൾ, ഇത് പ്രിയപ്പെട്ടവരെ, ദൈവമേ, അതിനെയെല്ലാം നിങ്ങൾ മുറുകെ പിടിച്ച് അതിനുവേണ്ടി വാദിച്ചുകൊണ്ട് ഭക്തിവിരുദ്ധമായ വൃഥാ ആലാപനങ്ങൾ, വൃഥാ വർത്തമാനം, വൃഥാ തർക്കങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒഴിഞ്ഞിരിക്കണം. അതൊക്കെ നീ അവരെ പഠിപ്പിക്കണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ ഹുമനയോസിനെ അലക്സാന്ദ്രിയെ അത് പഠിപ്പിക്കണം. നീ അതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ തെറ്റിപ്പോകുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അതിന് നമ്മൾ മുതിർന്നാൽ, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്വാദത്തിനും തർക്കത്തിനും മുതിർന്നാൽ, പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദിച്ചുകൊണ്ട് നിന്നാൽ, പ്രിയപ്പെട്ടവരെ, അഭക്തി മുതിർന്നു വരും. ദൈവത്തോടുള്ള ഭക്തി ഇല്ലാതെ പോകും. അന്തസത്തയെ മാറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ പൊടുപ്പും തൊങ്ങലും മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ഹുമനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. മനസ്സിലായോ? അവർ തെറ്റിപ്പോയി. വിശ്വാസക്കപ്പൽ തകർന്നു. ആത്മാവിൻ്റെ വഴിയെ വിട്ടുമാറി. വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനിയോസിൻ്റെയും ഫിലത്തോസിൻ്റെയും ആ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അവർ വൃഥാ വാഗ്വാദവും പാരമ്പര്യങ്ങളും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി അവർ വാദിച്ചു. അവരുടേതായ സ്വന്തമായ ചില ആശയഗതികൾ മുന്നോട്ട് വെച്ചു. ദൈവവചനം അനുസരിച്ചില്ല. യേശുക്രിസ്തു പറഞ്ഞത് അവർ അനുസരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുകയാണ്. സത്യം വിട്ട് തെറ്റി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ തെറ്റിപ്പോകാൻ ഇടയാകരുത്. ദോഷമാണത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. നാം ഓരോരുത്തരും കർത്താവിന് സ്വന്തമായിട്ടുള്ളവരാ. നിങ്ങൾ തെറ്റരുത്. നിങ്ങൾക്ക് അവിശ്വാസം വരരുത്. കർത്താവിന് സ്വന്തമാണ് ഞാൻ. കർത്താവിൻ്റെ സ്വന്തമാണ്. എൻ്റെ യേശുവിൻ്റെ സ്വന്തമാണ് ഞാൻ. മുഴുവൻ എൻ്റെ സ്വന്തം. എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ മനസ്സും എൻ്റെ ഈ ഓരോ കോശങ്ങളും എനിക്കിന്നുള്ളതെല്ലാം യേശുവിൻ്റെ സ്വന്തമാണ്. എനിക്ക് യേശുവിനുള്ളവനാണ്. യേശുവിനുള്ളവനെ അവനറിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ ലോകത്തിലെ ഓരോരോ വിഷയങ്ങളും നമ്മുടെ ആകുലങ്ങളും ഭാരങ്ങളും എല്ലാം വരുമ്പോൾ, രോഗവിഷയങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ഭാരങ്ങൾ,
ഓരോന്ന് വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള ഇന്നേയും ആക്ഷേപങ്ങളും എല്ലാം വന്ന് നമ്മളെ ഇങ്ങനെ കല്ലേറ് കൊള്ളുന്ന പോലെ നാം പിടയുമ്പോൾ നിങ്ങൾ ഓർത്തു കൊള്ളണം, ഞാൻ എൻ്റെ യേശുവിനുള്ളവൻ. ഹല്ലേലൂയ. എൻ്റെ യേശു എന്നെ അറിയുന്നു. ഇതൊക്കെ ഞാൻ സഹിക്കുന്നു. അനേകരുടെ ആ ചീത്ത വാക്കുകളും അവരുടെ എന്നെക്കുറിച്ചുള്ള ആ മുൻവിധികളും ദൂഷണങ്ങളും എല്ലാം കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ യേശു അറിയുന്നു, എൻ്റെ യേശു അറിയുന്നു, ഞാൻ അവൻ്റെയാണ്, ഞാൻ അവൻ്റെ സ്വന്തമാണ്. ആശ്വാസമല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു രോഗം വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, കർത്താവേ ഞാൻ നിൻ്റെ സ്വന്തമല്ലേ. എൻ്റെ കുഞ്ഞിൻ്റെ രോഗം, കർത്താവേ ആ കുഞ്ഞ് നിൻ്റേതല്ലേ കർത്താവേ, നീ ഒന്ന് കരം വയ്ക്കണമേ, ഒരാശ്വാസം തരണമേ. പ്രാർത്ഥിക്കാമല്ലോ പ്രിയപ്പെട്ടവരെ. എന്തൊരു സന്തോഷം, എന്തൊരു സുരക്ഷിതത്വം. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന് നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. അത് നാം കാത്ത് പാലിക്കണമെങ്കിൽ അനീതി വിട്ടകലണം, പാപം വേണ്ടെന്ന് വയ്ക്കണം. വേറെ ഒന്നുമില്ല. ഒരേ ഒരു വ്യവസ്ഥയേ ഉള്ളൂ, അറിഞ്ഞുകൊണ്ടൊരു പാപം വരരുത്. അറിഞ്ഞുകൊണ്ടൊരു പാപം ജീവിതത്തിൽ വരാൻ അനുവദിക്കരുത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തു കഴിഞ്ഞാണ്. അവൻ എൻ്റെയാണ്, ഞാൻ അവൻ്റേതാണ്. എങ്കിൽ എൻ്റെ ഒരവയവം പോലും പാപത്തിന് ചലിപ്പിക്കാൻ ഒക്കുമോ? അരുതാത്തൊരു വാക്ക് പറയാൻ നാവ് ചലിക്കുമോ? അരുതാത്തൊരു ചിന്ത, ഒരു അശുദ്ധമായ ചിന്ത വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയാൻ നാവ് ചലിക്കുമോ? പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയം അതിൽ അശുദ്ധമായ വികാരങ്ങളും വിചാരങ്ങളും വരുവാൻ നാം വിട്ടുകൊടുക്കുമോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശുവിൻ്റെ സ്വന്തമാണ് ഞാൻ അവൻ്റെ വകയാണ്, അവൻ എൻ്റെ സ്വന്തം. പ്രിയപ്പെട്ടവർ, അനീതി വിട്ടളന്നു കൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. അടുത്ത വാക്യം. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടുപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നാം ഓരോരുത്തരും കർത്താവിൻ്റെ കയ്യിലെ മാനപാത്രമായിരിക്കണം. സമൂഹത്തിൽ വലിയ വിലയോ നിലയോ ഒന്നും ഇല്ലായിരിക്കാം പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ ഭവനത്തിൽ ചില സാധനങ്ങൾ വലിയ വിലയുള്ളതൊന്നുമല്ല, അത് ഹീനകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചിലത് വളരെ മാനമേറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ എല്ലാത്തിനും അതിൻ്റേതായ റോളുണ്ട്. അതുകൊണ്ട് നാം അല്പം സാമ്പത്തികമായി താഴെയാണെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ പോലെയുള്ള യോഗ്യതകളോ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു അംഗീകാരമോ സമൂഹം അംഗീകരിക്കുന്ന ഒരു അവസ്ഥയോ ഒന്നുമില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഞാൻ വിലയേറിയവനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വീട്ടിൽ മാനമേറിയ ഉപകരണങ്ങളുണ്ട്, മാനം കുറഞ്ഞതുമുണ്ട്. പക്ഷേ ഓരോന്നും അതിൻ്റേതായ റോളുണ്ട്. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. പിന്നെ ഇവയെ വിട്ടകന്ന്, ഈ പാപത്തിൻ്റെ പ്രകൃതങ്ങളെല്ലാം വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വിലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കണം. ഈ മാനപാത്രം, എൻ്റെ ഈ ശരീരം, ദൈവം വസിക്കേണ്ട ഈ ആലയം, വിലയേറിയ ഈ ആലയം പ്രിയപ്പെട്ടവരെ ഹീനകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എത്ര താണവനാണെങ്കിലും എൻ്റെ ദൈവത്തിന് ഞാൻ മാനമേറിയവനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? അടുത്ത വാക്യം. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. ദൈവത്തിന് സ്തോത്രം. യൗവനമോഹങ്ങളെ വിട്ടോടണം. പ്രിയപ്പെട്ടവരെ, യുവാക്കളോട് മാത്രമല്ല, ആ സ്റ്റേജ് കടന്നവരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, യൗവനമോഹങ്ങളെ വിട്ടകലണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരം അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. ഒരവയവം പോലും അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. ഹൃദയം അശുദ്ധമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കണ്ണ് അശുദ്ധമായ നോട്ടത്തിന് വിട്ടുകൊടുക്കരുത്. നാവ് അശുദ്ധ വാക്കുകൾക്ക് വിട്ടുകൊടുക്കരുത്. ഈ ശരീരത്തിൽ ഒരു കോശം പോലും അശുദ്ധിക്ക് വിട്ടുകൊടുക്കുക. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിലെ മാനപാത്രമാണ് ഞാൻ. ദൈവം വളരെ പ്രതീക്ഷയോടെ സ്വന്തം കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്ന മാനപാത്രമാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. അതിനെ എൻ്റെ അവയവങ്ങൾ കൊണ്ട്, എൻ്റെ പാപം കൊണ്ട് അശുദ്ധമാക്കാൻ പാടില്ല. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. അടുത്ത വാക്യം. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്.
വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ഒരു ദൈവദാസൻ ചെയ്യേണ്ട കാര്യം അതാണ്. എന്നാൽ ഈ ഹുമനയോസും ഈ അലസന്തരുമെല്ലാം വൃഥാ വാഗ്വാദം ചെയ്ത് ദൈവവചനത്തെ കൂട്ടിമാറ്റിക്കളയുകയും അനേകരുടെ ഉള്ളിലേക്ക് വിഷം ചീറ്റുകയും ചെയ്തു. നമുക്കിപ്പോൾ എന്താണ് തീരുമാനിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ? എന്താണ് തീരുമാനിക്കാനുള്ളത്? എൻ്റെ കർത്താവേ, ആരെന്തും ചെയ്തോട്ടെ എന്നും പറഞ്ഞോട്ടെ, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ആ ചങ്ക് കുത്തി തുറന്ന് ഒഴുകിയ തിരുരക്തത്തിൻ്റെ വിലയായി വീണ്ടെടുക്കപ്പെട്ട ഞാൻ, എനിക്ക് എൻ്റെ കർത്താവ് കൊടുത്ത വില സ്വന്തം രക്തമാണ്. ദൈവത്തിന് സ്തോത്രം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയേറിയ രക്തം കൊണ്ട് അത്രയും. മോനെ, നിനക്ക് വേണ്ടി അത്തിരി രക്തം അവസാന തുള്ളി വരെ ഊറ്റിത്തന്നു നിന്നെ വീണ്ടെടുത്ത് സ്വന്തമാക്കി, നിൻ്റെ സ്വന്തമായി അവനെ വീണ്ടെടുത്ത് മുദ്രയിട്ട് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി തന്നു. നിന്നെ അവൻ്റെ അവകാശിയും രാജ്യത്തിൻ്റെ അവകാശിയും അവൻ്റെ സ്വന്തം മകനുമാക്കി തീർത്ത ആ സ്വർഗീയ സ്നേഹം നിൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം ഓരോന്നും നിങ്ങൾ കേട്ട് ധ്യാനിച്ച് മാനിച്ച് അതിനെ അനുസരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. ഇപ്പോൾ നമുക്ക് നമ്മുടെ തലകളെ ഒന്ന് വണങ്ങാം. കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം നമ്മെ തേടി വന്നിരിക്കുന്ന കരം, മോനെ നീ എവിടെ നിൽക്കുന്നു? നിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറയുന്നതായ നിൻ്റെ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ അങ്ങനെയുള്ളതായ അശുദ്ധിയോ എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിലുണ്ടോ മോനെ? സത്യത്തിൽ നിന്ന് തെറ്റി നിർവ്യാജ വിശ്വാസമെന്ന ആ വലിയ സ്വത്ത് നീ നഷ്ടപ്പെടുത്തി നിൻ്റെ വിശ്വാസക്കപ്പൽ തകർന്നിരിക്കുകയാണോ? എങ്കിൽ മോനെ, ഇതാ നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞാനിതാ എൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. ആണിപ്പാളുള്ള കരങ്ങളുമായി പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ പൊന്നു കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. മോനെ, എൻ്റെ രക്തം ഞാൻ ചിന്തി ചെയ്തത് നിനക്ക് വേണ്ടിയാണ്. ഈ തിരുരക്തം ഇപ്പോൾ നിന്നെ വീണ്ടും കഴുകാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങളാരെല്ലാം ഇപ്പോൾ കർത്താവിനോട് പറയുന്നു, കർത്താവേ, ആ തിരുരക്തം പുരണ്ട പൊന്നുകര ഇപ്പോൾ എൻ്റെ ശിരസിലൊന്ന് വെക്കാമോ കർത്താവേ? ആ തിരുരക്തം കാലം എന്നെ മുഴുവനായി ഒന്നുകൂടെ കഴുകാമോ കർത്താവേ? ആ തിരുരക്തം കൊണ്ട് എന്നെ ഒന്ന് കുളിപ്പിക്കാമോ കർത്താവേ? എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കാമോ കർത്താവേ? എന്നുള്ള മാലിന്യങ്ങൾ മാറ്റാമോ കർത്താവേ? എന്നെ കർത്താവേ ആ തിരുരക്തത്താൽ മുഴുവനായി കഴുകി തിരുരക്തത്തിൻ്റെ മുദ്ര അണിയിച്ച് കർത്താവേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. യേശുവേ, യഥാസ്ഥാനപ്പെടുത്തണമേ. ഞാനിതാ വരുന്നു കർത്താവേ. ഞാൻ എൻ്റെ പാപത്തോട് യാത്ര പറയുന്നു. ദൈവമേ, എന്നെ സ്വീകരിക്കണമേ. യേശുവേ, ഞാൻ എൻ്റെ പാപത്തോട് യാത്ര പറയുന്നു. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, ഞാനിതാ വരുന്നു. എന്നെ സ്വീകരിക്കണമേ. എന്നെ നിൻ്റെ കയ്യിലെ മാനപാത്രമാക്കണമേ. എന്നെ നിന്നെ സ്വന്തമാക്കണമേ. യേശുവേ, മനസ്സലിയണമേ. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിന്റെ മക്കളോട് മനസ്സരിയണമേ. കർത്താവേ, തീരുമാനമെടുത്ത മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. തങ്കത്തിൻ്റെ രക്തത്തിൻ്റെ മുദ്ര അണിയിക്കണമേ കർത്താവേ. ജീവൻ്റെ പുസ്തകത്തിൽ വീണ്ടും ഞങ്ങളുടെ പേര് എഴുതണമേ കർത്താവേ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ കർത്താവേ. നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഉടമസ്ഥരായി ഞങ്ങളെ നീ വീണ്ടും സ്വീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.